ഞങ്ങളുടെ 8 മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്നൊരു നോട്ടീസ് ശരിയാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തലേ ദിവസം KR ഔസേപ്പിനെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നടപടിയെടുത്തതിനെതിരെ അതിൽ ഔസേപ്പിന് വലിയ വിദ്വേഷമുണ്ടായിരുന്നു. അപ്പോൾ ഔസേപ്പ് ഞങ്ങളുടെ അടുത്ത് ആദ്യം വെച്ച ഡിമാൻഡ് DCC പ്രസിഡന്റ് നേരിട്ട് വിളിക്കണം എന്നുള്ളതായിരുന്നു. KR ഔസേപ്പ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നാണ് പറഞ്ഞത്. വിമത സ്ഥാനാർത്ഥിയല്ല എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി. പാർട്ടിക്ക് തെറ്റുപറ്റി. ആരും എതിർത്തില്ല. ഞങ്ങളോട് DCC പറഞ്ഞത്, നിങ്ങൾ ഈ 3 പേരെയും, അതായത് 3 ആളുകൾക്ക് DCC മണ്ഡലം കമ്മിറ്റി അറിയാതെ പാർട്ടി ചിഹ്നം കൊടുത്തിരുന്നു. നിങ്ങൾ ആ സമയത്ത് പല മാധ്യമങ്ങൾക്കും അറിയാം. ഉണ്ടായിരുന്നു. DCC തന്നെ കൊടുത്ത് ഇവിടെയുള്ള ഇപ്പൊ എന്നെ പാർട്ടിക്ക് ഇന്ന് സസ്പെൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത്. ഇല്ല തീർച്ചയായിട്ടും മുൻ DCC സെക്രട്ടറിയാണ്. എന്തായാലും എനിക്കറിയില്ല. എന്നോട് പാർട്ടി ഒരു വിശദീകരണം ചോദിക്കുകയോ DCC പ്രസിഡന്റ് ബന്ധം, ഞാൻ ഇന്നലെ വൈകിട്ട് DCC പ്രസിഡന്റ് നേരിട്ട് പോയി കണ്ടു. DCC ഓഫീസിൽ പോയി. പാർട്ടി ഈ ചിഹ്നം കൊടുത്തു, അവിടെ വിമതനായി ഇയാൾ മത്സരിച്ചു. ഔദ്യോഗിക പക്ഷമായ നിങ്ങൾ ആ വിമതന്റെ ഒപ്പം ഉണ്ടായിരുന്ന വിമതനടക്കം നിങ്ങളുടെ പാനലിലേക്ക് ഉൾപ്പെടുത്തി. ഇതല്ലേ നടന്നത്? അല്ല. പിന്നെ പാർട്ടി ചിഹ്നം അവർക്ക് എങ്ങനെ? വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, നിയോജക മണ്ഡലം കോർ കമ്മിറ്റി, ഇതാണ് നിങ്ങൾക്കറിയാം. KPCC ഒന്നടങ്കം പോയില്ലോ അപ്പുറത്തേക്ക്. ഇന്നലെ ഉണ്ടായത് നടപടി എടുത്തിരിക്കുന്ന ഈ സംവിധാനങ്ങൾക്കെതിരെയാണല്ലോ. അല്ലല്ല, നിങ്ങൾക്കറിയാം കൃത്യമായി KPCC എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമെന്ന്. വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണമെന്നും അല്ലാത്തത് മണ്ഡലം കോർ കമ്മിറ്റികളോ നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളോ ചർച്ച ചെയ്ത് ഏകകണ്ഠമല്ല എങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് വിടണമെന്നുമാണ്. ഈ KR ഔസേപ്പും ടെസ്സി ജോസും വാർഡുകളിൽ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. സ്വാഭാവികമായും അവർ പ്രചരണം തുടങ്ങി. ആ പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിലിരിക്കുന്ന പല ചാനലുകൾക്ക് അറിയാമല്ലോ, മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, DCC ഓഫീസിൽ ആരൊക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർക്ക് 3 ആളുകൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചുവെന്നും. ഒരിക്കലും DCCക്ക് അങ്ങനെ 3 പേർക്ക് മാത്രമായിട്ട് 24 വാർഡുകളിലുള്ള സ്ഥലത്ത് 3 പേർക്ക് മാത്രമായി ചിഹ്നം അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? ബാക്കിയുള്ള 21 ചിഹ്നങ്ങളും മണ്ഡലം പ്രസിഡന്റ് കയ്യിലാണ് ഏൽപ്പിച്ചത്. 3 പേർക്ക് മാത്രം. നിങ്ങൾ നിങ്ങളുടെ അംഗങ്ങൾക്ക് വിപ്പ് നൽകിയോ? വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്. പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. ലഭിച്ചിട്ടില്ല. ഇല്ല. അപ്പം ഈ ആദ്യം ഈ 3 പേരുടെ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അന്ന് ഇലക്ഷന് മുമ്പ് അതൊരു പ്രശ്നമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ 8 പേർ കോൺഗ്രസിന്റെ ലാബിൽ അവിടെ മത്സരിച്ചു? ഈ 3 പേർക്ക് ചിഹ്നം കൊടുത്തതിന് ശേഷം DCC പ്രസിഡന്റ് എന്നെ നേരിട്ട് വിളിച്ച് ജില്ലാ കോർ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചു. ഞാനതിൽ അംഗമല്ല. ആ ജില്ലാ കോർ കമ്മിറ്റിയിൽ അബ്ദുറഹ്മാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങി MP വിൻസെന്റ് എന്നീ 3 KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും ഞാനും K ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു DCC ജനറൽ സെക്രട്ടറി അൽക്കപ്പ നഗറിലുള്ള ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്, ഈ 3 പേർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിഹ്നം കൊടുക്കേണ്ടി വന്നു. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥികളായി നിങ്ങൾ നിർദ്ദേശിച്ച മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച 3 പേർക്ക് മത്സരിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. യാതൊരു നടപടിയും നിങ്ങളുടെ പേരിൽ എടുക്കില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ. അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു ഞങ്ങളുടെ പേരിൽ അനുമതി തന്നിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ അന്നേ നടപടി എടുത്താലേ. ഇല്ല, അത് കേക്ക്. നോ ഇല്ല. അതായത് KPCC ഇല്ല. ഇന്നലെ പൊതുവായിട്ട് അതായത് പറയാം തിരിച്ചെടുക്കില്ല. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് KPCCയുടെ ഒരു ജനറൽ പോളിസി ഉണ്ടായിരുന്നു.
പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നടപടിയെടുക്കണമെന്ന്. അതിൻ്റെ ഭാഗമായി ഒരാളുടെയും പേരെടുത്ത് പറയാതെയാണ് DCC പ്രസിഡന്റ് പ്രസ്താവന പുറപ്പെടുവിച്ചത്. ആ പ്രസ്താവനയ്ക്ക് അടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് അനധികൃതമായി തിരികെ കയറ്റിയതാണ് KR ഔസേപ്പിന്റെ പേര്. അല്ലെങ്കിൽ DCC പ്രസിഡന്റ് KR ഔസേപ്പിന്റെ പേരിലോ ടെസ്സി ജോസിന്റെ പേരിലോ നടപടി എടുത്തിട്ടില്ല.